ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശേഷ വിദ്യാം ആശു പ്രയശ്ച മേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6-ാമത്തെ അധ്യായം. അത ഷഷ്ടോധ്യായഃ. ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണ വിധി. കുമാര ഊജുഃ അതതേ സംപ്രവക്ഷ്യാമ സപ്താഹ ശ്രവണേ വിധിം. സഹായേർവസുഭിശ്ചൈവ പ്രായസാധ്യോ വിധി സ്മൃത. കുമാരന്മാർ പറഞ്ഞു, സപ്താഹം നടത്താൻ യോഗ്യമായ മാസം, ദിവസം, സമയം, മറ്റു വിധികൾ എന്നിവ വിവരിക്കുന്നതാണ് 6-ാമത്തെ അധ്യായം. ഇനി അങ്ങയോട് സപ്താഹ ശ്രവണത്തിൽ ദീക്ഷിക്കേണ്ടതായ വിധികളെപ്പറ്റി പറയാം. പൊതുജനങ്ങളുടെ സഹായവും സഹകരണങ്ങളും കിട്ടിയാൽ ഭാഗവത സപ്താഹം വിധിപ്രകാരം നടത്താമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവജ്ഞം തൂ സമാഹൂയം മുഹൂർത്തം പൃച്ഛയത്നത വിവാഹേ യാദൃശം വിത്തം താദൃശം പരികൽപ്പയേത്. ജ്യോതിഷം നന്നായിട്ട് അറിയുന്ന ഒരാളെ വിധിപ്രകാരം വിളിച്ചു വരുത്തി സപ്താഹം തുടങ്ങാൻ യോജിച്ച സമയം നിശ്ചയിച്ച് മുഹൂർത്തം കുറിക്കണം. ഒരു വിവാഹം നടത്താൻ എത്രമാത്രം പണം ചെലവഴിക്കുമോ അത്രമാത്രം പരിശ്രമിച്ച് സപ്താഹ യജ്ഞം നടത്തണം. നമസ്യ ആശിനോർജൗജ മാർഗശീർഷുജിർനഭാഃ ഏതേ മാസാ കഥാരംഭേ ശൂദ്രൂണാം മോക്ഷസൂചക. വ്യാസമുനി തന്നെ പറഞ്ഞ ശുഭദിവസങ്ങൾ നപസ്യം അത് പറയുമ്പോൾ കന്നിമാസം, ആശ്വിനം തുലാമാസം, ഊർജം വൃശ്ചികം, മാർഗശീർഷം ധനു, ശുചി കർക്കിടകം, നപസ് ചിങ്ങം എന്നീ ദക്ഷിണായന മാസങ്ങളിൽ സപ്താഹ ശ്രവണം നടത്തിയാൽ ശ്രോതാക്കൾക്ക് മോക്ഷപ്രാപ്തി എളുപ്പമാണ്. മാസാനാം വിപ്രഹേയാനി താനി ത്യാജാനി സർവദാ സഹായാശ്ചേതരേ തത്ര കർത്തവ്യാസോദ്യമാശ്ചയേ. ഗ്രഹങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന മാസങ്ങളിൽ കഥാപാരായണം ത്യജിക്കണം. ഈ സപ്താഹം നടത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഭക്തന്മാരുടെ കർത്തവ്യമാണ് എന്ന് കരുതണം. ദേശേ ദേശേ തഥാസേയം വാർത്ത പ്രേഷ്യ പ്രയത്നത ഭവിഷ്യതി കഥാചാത്ര ആഗന്തവ്യം കുടുംബിഭിഃ. ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുതകീർത്തനാഃ സ്ത്രീയശൂദ്രാദയോ യേജ തേഷാം ഭൂതോ യതോ ഭവേത്. സപ്താഹയജ്ഞം നടത്തുന്ന വാർത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം അറിയിക്കണം. ഇവിടെ ഇന്ന ദിവസം കഥാശ്രവണം നടക്കുന്നു, കുടുംബസമേതം വന്നു ചേരണം എന്ന് ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും അറിയിക്കാൻ പ്രയത്നിക്കണം. സാധാരണഗതിയിൽ സ്ത്രീകളും ശൂദ്രന്മാരും മറ്റും അച്യുതകീർത്തനം കേൾക്കാൻ വിമുഖന്മാരായിരിക്കും. ഇവരെ ക്ഷണിച്ചു വരുത്തി ഭാഗവത കഥ കേൾപ്പിക്കുന്നതുകൊണ്ട് അവർക്കും കഥാശ്രവണത്തിൽ താല്പര്യമുണ്ടായി ക്രമേണ ആത്മബോധം ഉണ്ടാകും. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവ കീർത്തനോത്സുകാഃ ദേശൈവ പത്രം പേഷ്യം ച തല്ലേഖനവിദീരിതം. ദേശം തോറും എവിടൊക്കെ വിഷയവിരക്തന്മാരും ഹരികഥാകീർത്തന രസത്തിൽ താല്പര്യമുള്ളവരുമായിട്ടുണ്ടോ അവർക്കും ക്ഷണപത്രം അയക്കണം. ആ കത്തിൻ്റെ രീതി ഇപ്രകാരം ആയിരിക്കണം. സദാം സമാജോപവിധ സപ്തരാത്രം സുദുർലഭ അപൂർവ രസരൂപൈവ കഥാചാത്ര ഭവിഷ്യതി. ശ്രീ ഭാഗവത പീയൂഷപാനായ രസലംബാഃ ഭവന്തശ്ച തഥാ ശീഘ്രം ആയാത പ്രേമതൽപരാ. നാവകാശകഥാചിദ്ദേ ദിനമാത്രം തഥാഭിദോ സർവദാഗമനം കാര്യം ശൃണോത്രൈവ സുദുർലഭ. ഏവമാകാരണം തേഷാം കർത്തവ്യം വനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഇവിടെ സജ്ജന സമാജം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. 7 ദിവസം ഉണ്ടായിരിക്കും. സമാജത്തിൽ ഭാഗവത കഥാശ്രവണ രസം ആസ്വദിക്കാനുള്ള അസുലഭമായ അവസരമാണ് ഇത്തരത്തിലുള്ള സജ്ജന സംഗമം. വളരെ അപൂർവമാണ്.
എല്ലാ ദിവസവും വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും വന്ന് പങ്കെടുക്കണം. എന്തായാലും വരാതിരിക്കരുത്. കാരണം ഇതുപോലെയുള്ള അവസരം വളരെ ദുർലഭമാണ്. ഇങ്ങനെ എഴുതി എല്ലാവരെയും ക്ഷണിക്കണം. ഇപ്രകാരം പ്രേമത്തോടെയും വിനയത്തോടെയും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തണം. വരുന്ന എല്ലാവർക്കും താമസ സ്ഥലവും മറ്റും തയ്യാറാക്കണം. തീർത്ഥേവാഭിവനേവാഭി ഗൃഹേ ഭാഷവണം മതം വിശാല വസുധായത്ര കർത്തവ്യം കഥാസ്ഥലം. സപ്താഹം നടത്താൻ അനുയോജ്യമായ സ്ഥലം ഏതെന്ന് ഇനി പറയുന്നു. പുഷ്കരാദി തീർത്ഥസ്ഥാനങ്ങളിലോ വൃന്ദാവനം മുതലായ പ്രസിദ്ധമായ പുണ്യസ്ഥലങ്ങളിലോ സ്വന്തം ഗ്രഹത്തിലോ സപ്താഹയജ്ഞം സംഘടിപ്പിക്കാവുന്നതാണ്. എവിടെയാണെങ്കിലും സപ്താഹം നടക്കുന്ന സ്ഥലം വളരെ വിശാലമായിരിക്കണം. ശോധനം മാർജനം ഭൂമേർ ലേപനം ധാതുമണ്ഡനം ഗ്രഹോപസ്കരമുദ്ധൃത്യ ഗ്രഹകോണേ നിവേശയേത്. സപ്താഹം നടക്കുന്ന സ്ഥലം നന്നായിട്ട് ശോധനം ചെയ്യണം, അതായത് ശുദ്ധിയാക്കണം. പഞ്ചഗവ്യാദി വസ്തുക്കൾ കൊണ്ട് ശുദ്ധിയാക്കണം. ഭൂമി നിരപ്പാക്കി ചാണകം മെഴുകി വൃത്തിയാക്കണം. കാവ്യമണ്ണ് മുതലായ ധാതുക്കൾ കൊണ്ട് കോലമിട്ട് അലങ്കരിക്കണം. ഗൃഹത്തിലാണ് നടത്തുന്നത് എങ്കിൽ അവിടത്തെ അമ്മിക്കല്ല്, കട്ടിൽ, പീഠം മുതലായവ ഒക്കെ മാറ്റി ഒരു മൂലയിൽ ആക്കണം. അർവാക് പഞ്ചാഹതോ യത്നാദാസ്തീർണാനി പ്രമേളയേത് കർത്തവ്യോ മണ്ഡപപ്രോച്ചേ കദളീ ഖണ്ഡമണ്ഡിത. യജ്ഞത്തിന് 4-5 ദിവസം മുമ്പ് കേൾവിക്കാർക്ക് ഇരിക്കാനുള്ള പായ മുതലായവ ശേഖരിച്ച് ഭൂമിയിൽ വിരിച്ച് തയ്യാറാക്കണം. ഉന്നതമായൊരു മണ്ഡപം നിർമ്മിച്ച് കുലവാഴകൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കണം. പല പുഷ്പദളേർ വിശ്വവിധാനേന വിരാജിത ചതുർദീക്ഷോദുജാരോഭൂ ബഹുസമ്പദ് വിരാജിത. വിശേഷപ്പെട്ട പൂക്കൾ, തളിരിലകൾ, ഫലങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് വേദി ശോഭ വരുത്തണം. 4 വശത്തും വളരെ വിലപിടിച്ച പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും ഭംഗിയാക്കി 4 ധ്വജങ്ങൾ സ്ഥാപിക്കണം. ഊർധം സപ്തൈവ ലോകാശ്ച കൽപ്പനീയ സവിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയ പ്രബോധ്യജ. സപ്താഹയജ്ഞം നടക്കുന്ന സ്ഥലത്തിൻ്റെ ഊർധ്വഭാഗത്തായി ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നീ 7 ലോകങ്ങളെ സങ്കല്പിച്ച് സ്ഥാപിക്കണം. ഭാഗവതം വായിക്കുന്നവരും കേൾക്കുന്നവരും സപ്തലോകങ്ങളിലിരുന്ന് ദേവന്മാരും പുതുക്കളും ഋഷീശ്വരന്മാരും അവരുടെ സാന്നിധ്യം കൊണ്ട് ഇത് കേൾക്കുന്നു എന്നും കഥ പറയുന്ന ആളെയും വിരക്തന്മാരും ജ്ഞാനികളുമായ ബ്രാഹ്മണരെ നേരിൽ കാണുന്നതായിട്ട് കൽപ്പിക്കണം. അവരോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും വേണം. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. സദസ്സിൽ ശ്രോതാക്കളായിട്ട് എത്തിയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ വിരക്തന്മാർക്ക് മുൻഭാഗത്ത് തന്നെ യോഗ്യതാനുസരണം ഇരിപ്പിടങ്ങൾ ഒരുക്കണം. വക്താവായ മഹാശയനും ദിവ്യവും ഉത്തമവുമായ ആസനം തയ്യാറാക്കണം. ഇന്ന് ഭാഗവത സപ്താഹം സാർവത്രികമായിരിക്കുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകണമെന്നും കുറേ ധനം സമാഹരിക്കണമെന്നും നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണമെന്നും മാത്രമാണ് നടത്തിപ്പുകാരുടെ ലക്ഷ്യം. ആചാര്യന്മാരായിട്ട് എത്തുന്നവരിൽ പലർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രം: സപ്താഹം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. സപ്താഹം ധനമാർജിക്കാനുള്ള പരിപാടിയല്ല, യഥാർത്ഥ ജ്ഞാനയജ്ഞമാണ്. ശ്രീമദ് ഭാഗവത സപ്താഹം കേൾക്കാൻ പോകുന്നവർക്ക് 14 യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് പുസ്തകത്തിൽ എഴുതിയതാണ്, ഞാൻ പറയണതല്ല. ഭക്തനായിരിക്കണം, അതായത് ഭഗവാനിൽ പ്രേമം, വക്താവിൽ പൂർണ്ണ വിശ്വാസം, കഥ കേൾക്കാൻ താല്പര്യം, മനസ്സിൽ ചാഞ്ചല്യമില്ലാതിരിക്കണം, കേൾക്കുന്നത് മനനം ചെയ്ത് അർത്ഥം ഗ്രഹിക്കാൻ സാമർഥ്യം, വേണ്ടത് മാത്രം ചോദിക്കുവാനുള്ള സാമർഥ്യം, അധികമായ കേൾവിശീലം, അശ്രദ്ധ അല്പവും ഇല്ലാതെ ഇരിക്കൽ, സദസ്സിലിരുന്ന് ഉറങ്ങാതെ ഇരിക്കണം, തെളിഞ്ഞ ബുദ്ധി, ദാനശീലം, യജ്ഞത്തിന് കയ്യയച്ച് ദാനം ചെയ്യാനുള്ള മനസ്സാണ് ദാനശീലം, ഭാഗവത കഥയിലല്ലാതെ അന്യ കാരണങ്ങളിൽ താല്പര്യക്കുറവ്, ശുചിത്വമുള്ള ശരീരം, അന്യരെ അധിക്ഷേപിക്കാതിരിക്കലും വഞ്ചിക്കാതെ ഇരിക്കലും. ഇവയാണ് സപ്താഹം കേൾക്കാൻ പോകുന്നവർക്ക് ഉണ്ടാകേണ്ട യോഗ്യതകൾ. ഉദഗ്മുഖോ ഭവേദ് വക്ത ശ്രോത വൈ പ്രാങ്മുഖസ്തദാ പ്രാമുഖസ്തേത് ഭവേദ് വക്ത ശ്രോത ചോദമുഖസ്തദാ. വക്താവായ ആചാര്യൻ വടക്കോട്ട് നോക്കിയിരിക്കണം, അപ്പോൾ ശ്രോതാവ് കിഴക്കോട്ട് മുഖമായിട്ടിരിക്കണം.
വക്താവ് കിഴക്കോട്ടാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ ശ്രോതാവ് വടക്കോട്ട് നോക്കിയിരിക്കണം. പുണ്യകർമ്മങ്ങൾ നടത്താൻ അനുയോജ്യമായ ദിക്കുകളാണ് കിഴക്കും വടക്കും. അഥവാ പൂർവദിജ്ഞേയ പൂജപൂജകമധ്യത ശ്രോതॄണാമാഗമേ പ്രോക്ത ദേശകാലാദികോവിദേ. വക്താവ് പൂജ്യൻ, ശ്രോതാക്കൾ പൂജകന്മാർ. അഥവാ രണ്ടു കൂട്ടരും കിഴക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്നതിനും വിരോധമില്ല. ദേശകാലാദികൾ അറിഞ്ഞ പണ്ഡിതന്മാർക്ക് ഇപ്രകാരം ദിക്ക് നോക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ ധർമ്മശാസ്ത്രത്തിൽ പുണ്യകർമ്മങ്ങൾക്ക് കിഴക്കും വടക്കുമാണ് ഉത്തമമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജ്ഞാനികൾക്കും ദേശകാലാദികൾ അറിഞ്ഞ പണ്ഡിതന്മാർക്കും വിധി നിഷേധങ്ങൾ നോക്കേണ്ടതില്ല എന്ന് സാരം. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്ര വിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ ഭക്താകാര്യോതി നിസ്പൃഹ. വക്താവായ ഭാഗവതാചാര്യന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് ഇനി വിവരിക്കുന്നു. ധനം, സുഖം, പ്രശസ്തി, സ്ത്രീ തുടങ്ങിയ വിഷയങ്ങളിൽ വിരക്തനും വിഷ്ണുഭക്തനും വേദശാസ്ത്രാദികളിൽ നൈപുണ്യം സമ്പാദിച്ച് ഹൃദയശുദ്ധി ഉണ്ടായ ബ്രാഹ്മണനും ആയിരിക്കണം. ഉദാഹരണങ്ങൾ സമർത്ഥമായി പറയാൻ കഴിവുണ്ടായിരിക്കണം, ധീരനായിരിക്കണം, ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവനായിരിക്കണം. ഇങ്ങനെയുള്ള ആചാര്യനെയാണ് സപ്താഹം നടത്താൻ നിശ്ചയിക്കേണ്ടത്. അനേകധർമ്മ വിഭ്രാന്താസ്ത്രൈണ പാഗണ്ഡവാദിന ശുഖശാസ്ത്രഗതോച്ചാരേ ത്യാജാസ്തേ യതി പണ്ഡിത. ഇനി ആരെ സപ്താഹം നടത്താൻ ക്ഷണിക്കരുത് എന്ന് വ്യക്തമാക്കുന്നു. അനേകം തരത്തിലുള്ള ധർമ്മങ്ങളിൽ ഭ്രമിക്കുന്നവനും, അതായത് ഭഗവത് കാരുണ്യത്തിന് മാത്രമല്ലാതെ പലതരം തൊഴിൽ ചെയ്ത് നടക്കുന്നവർ, സ്ത്രീകളിൽ അത്യാസക്തന്മാർ, കപടവിശ്വാസികളും ദൈവങ്ങളെയും ശാസ്ത്രങ്ങളെയും കുറിച്ച് വാദിച്ച് നിന്ദിക്കുന്ന പാഗണ്ഡന്മാർ തുടങ്ങിയവർ പണ്ഡിതന്മാരും വാഗ്മികളുമായിരുന്നാൽ കൂടി അവരെ സുഖശാസ്ത്രം പറയുന്നതിൽ നിന്നും ത്യജിക്കണം. വക്തുപാർശ്വേ സഹായാർത്ഥം ഹന്യസ്താഭ്യസ്തതാവിധ പണ്ഡിത സംശയച്ചേത ലോകബോധന തൽപര. പണ്ഡിതനായ വക്താവിൻ്റെ സഹായത്തിനായി അദ്ദേഹത്തിന് തുല്യനും സുഖശാസ്ത്ര സമർത്ഥനും സംശയങ്ങൾ തീർക്കാനും സദസ്യരെ ഉത്ബോധിപ്പിക്കാൻ നിപുണനുമായ ഒരാളെ കൂടി ഉപാചാര്യനായിട്ട് വയ്ക്കണം. ഭക്താശൗരം പകർത്തവ്യം ദിനാദർവാപ്രതാപ്തയെ അരുണോദയസോ നിർവസ്യ ശൗചം സ്നാനം സമാചരേത്. ആചാര്യൻ സപ്താഹയജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പ് തലേ ദിവസം വ്രതദീക്ഷയായിട്ട് ക്ഷൗരം കഴിക്കണം. നിത്യവും സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് പ്രാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ശൗചവും സ്നാനവും കഴിക്കണം. നിത്യം സംക്ഷേപത കൃത്വ സന്ധ്യാദ്യം സംപ്രയത്നത കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. സ്നാനം കഴിഞ്ഞ് യഥാവിധി സന്ധ്യാവന്ദനാദികൾ നടത്തണം. സപ്താഹ കഥാകഥനം വിഘ്നം കൂടാതെ നടത്തുവാൻ പരമഭക്തിയോടുകൂടി ഗണപതിക്ക് ഹോമം, പൂജ തുടങ്ങിയവ നടത്തണം. പിതॄൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത് മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തദാ. പിന്നെ പിതൃതർപ്പണം ചെയ്യണം. അതിനു വേണ്ട ശരീരശക്തി ഇല്ലെങ്കിൽ ശരീരശുദ്ധിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. വായിക്കാനുണ്ടാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ കോലമിട്ട് സർവതോ ഭദ്രം എന്നു പേരുള്ള മണ്ഡലം നിർമ്മിക്കണം. അതിന് നടുവിൽ മന്ത്രപൂർവം ശ്രീഹരിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കണം. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. ഭാഗവതാചാര്യൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരമുള്ള മന്ത്രം കൊണ്ട് പൂജിക്കണം. പൂജയുടെ അവസാനം പ്രദക്ഷിണവും നമസ്കാരവും ചെയ്യണം. എന്നിട്ട് സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കണം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗം സമുദ്രവാർണവാത്. സ്തുതി മന്ത്രമാണ് ഇത്. കരുണാനിധിയായ ഭഗവാനെ, സംസാരമാകുന്ന സമുദ്രത്തിൽ വീണ് ദുഃഖിക്കുന്ന എൻ്റെ ശരീരത്തെ കർമ്മങ്ങളാകുന്ന മുതലകൾ പിടികൂടിയിരിക്കുന്നു. ഈ ഭവസാഗരത്തിൽ നിന്ന് എന്നെ അവിടുന്ന് കരകയറ്റി വിടേണമേ എന്നാണ് പ്രാർത്ഥന. ശ്രീമദ് ഭാഗവതസ്യാവി തദ പൂജാ പ്രയത്നത കർത്തവ്യാവിധിന പ്രീത്യ ധൂപദീപസമന്വിത. അതിനുശേഷം ശ്രീമദ് ഭാഗവതത്തെയും വിധിപ്രകാരം ധൂപദീപാദികൾ കൊണ്ട് പരമപ്രേമത്തോടെ പൂജിക്കണം. തതസ്തു ശ്രീഫലം ധൃത്വ നമസ്കാരം സമാചരേത് സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യ കേവലം തഥാ. പൂജയ്ക്ക് ശേഷം ശ്രീഫലം പറയുമ്പോൾ നാളികേരം സമർപ്പിച്ച് നമസ്കാരം ചെയ്യുക. സന്തോഷകരമായ മനസ്സോടെ സ്തുതികൾ ചൊല്ലുക. ചൊല്ലേണ്ട സ്തുതികൾ ഇനി പറയുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി
സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സബല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശ്രീമദ് ഭാഗവതം എന്നു പേരുള്ള ഈ ഗ്രന്ഥം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ രൂപം തന്നെയാണ്. ഹേ ഭഗവൻ, സംസാര സാഗരത്തിൽ നിന്നും കരകയറി മുക്തി ലഭിക്കാനായി ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാണ്. എൻ്റെ മനോരഥങ്ങളെല്ലാം അങ്ങ് എല്ലാവിധത്തിലും നിറവേറ്റിത്തരണം. യാതൊരു വിഘ്നവും കൂടാതെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ സഹായിക്കണം. ഏവം ദിനവജ പ്രോച്യ വക്താരം ജാതപൂജയേത് സമ്പൂഷവസ്ത്രഭൂഷാഭി പൂജാന്തേതം ജ സംസ്തവേത്. ഇപ്രകാരം ദയനീയമായ വാക്കുകളോടെ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം വക്താവിനെ നല്ല വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും പൂജിക്കുകയും ചെയ്യണം. ആചാര്യ പൂജയ്ക്ക് ശേഷം നമസ്കരിക്കണം. ഭാഗവതാചാര്യനെ എങ്ങനെ പൂജിക്കണം എന്ന് പറയുന്നു. ആ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.